നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരി കെ പി അഷറഫിന്റെ വീട്ടിൽ നടന്ന വൻ കവർച്ചയിൽ അന്വേഷണം സജീവമാക്കി പോലീസ്. വീട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ 30 പേരെ ചോദ്യം ചെയ്തു. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. മൊഴി എടുത്തത് പ്രത്യേക അന്വേഷണ സംഘം. കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ട് സ്വകാര്യ ബസ് പണിമുടക്ക് തുടരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി AIYF. പണിമുടക്ക് ജനങ്ങളോടും വിദ്യാർത്ഥികളോടുമുള്ള വെല്ലുവിളിയെന്ന് AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV രജീഷ്. ബംഗളൂരിൽ അസം സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കണ്ണൂർ സ്വദേശി പിടിയിൽ. പിടിയിലായത് കണ്ണൂർ തോട്ടട കിഴുന്ന സ്വദേശി ആരവ് ഹനോയ്. വാർത്തകൾ വിശദമായി. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരി കെ പി അഷറഫിന്റെ വീട്ടിൽ നടന്ന വൻ കവർച്ചയിൽ അന്വേഷണം സജീവമാക്കി പോലീസ്. വീട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ 30 പേരെ ചോദ്യം ചെയ്തു. അർദ്ധരാത്രിയോടെ ഈ വിവരങ്ങൾ സഹിതമുള്ള മഹസർ തയ്യാറാക്കി. മൊത്തം 25 ഫിംഗർ പ്രിന്റ് ശേഖരിച്ചു കഴിഞ്ഞു. 300 പവനും 1 കോടി രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഇതിനൊപ്പം ശാസ്ത്രീയ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. വളപട്ടണത്തെയും പരിസര പ്രദേശത്തെയും റെയിൽവേ സ്റ്റേഷനുകളിലെയും 110ഓളം CCTVകളിലെ ദൃശ്യങ്ങൾ ശേഖരിച്ചു. സംഭവം നടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പത്തെയും കൃത്യം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ പെൻഡ്രൈവിലാക്കി ലാപ്ടോപ്പിലേക്ക് മാറ്റിയാണ് പരിശോധന. സമീപകാലത്ത് ജയിലിൽ നിന്നിറങ്ങിയ കവർച്ചക്കാരുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. അതിസമർത്ഥനായ കവർച്ചക്കാരനാണ് 300 പവനും 1 കോടിയും കൊണ്ടുപോയതെന്നാണ് പോലീസ് കരുതുന്നത്. പ്രദേശത്തെ ഫോൺ വിളികളുടെയും വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. വീടിനെക്കുറിച്ച് കൃത്യമായ വിവരം തസ്കര സംഘത്തിന് ലഭിച്ചതായും പോലീസ് കരുതുന്നു. സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ ഭവനഭേദനമായതിനാൽ പ്രതിയെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴി എടുത്തത്. ഒരു തെറ്റ് പറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴിയെടുത്തത്. തെറ്റുപറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു ആരോപണം. ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മൊഴിയെടുത്തത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിറകെയാണ് നടപടി. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലും കളക്ടർ സമാന മൊഴി നൽകിയിരുന്നു. ഈ യോഗം പൊതുവെ അംഗീകരിച്ചതുകൊണ്ട് നമ്മൾ റെക്കോർഡ് മിനിറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിലേക്ക് ഒരു റെസൊല്യൂഷൻ അയക്കുന്നതായിരുന്നു ആവശ്യം നമ്മൾ ചെയ്തു. ഒരു അജണ്ട പാസ്സായിരുന്നു. അജണ്ടയായിട്ട് ഓഫ് അജണ്ട വന്ന കാര്യമാണ്. അതും നമ്മൾ DDC മീറ്റിംഗിൽ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതികൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ യോഗത്തിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അതേപോലെ വന്നതാണ്. എതിർക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നില്ല. ഈ ശരിയായിട്ട് അന്വേഷണം നടക്കണമെന്നുള്ളത് എല്ലാവരുടെ ആവശ്യമാണ്. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കലക്ടർ തന്നെ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇക്കാര്യം ഇല്ലായിരുന്നു. ഒക്ടോബർ 22-നാണ് പോലീസ് കലക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത്. അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചത്. അതിനിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ADMന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും CBIയോടും ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ യാത്ര സംബന്ധിച്ച തർക്കം. കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ട് സ്വകാര്യ ബസ് പണിമുടക്ക് തുടരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി AIYF കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. പണിമുടക്ക് ജനങ്ങളോടും വിദ്യാർത്ഥികളോടുമുള്ള വെല്ലുവിളിയാണെന്നും പണിമുടക്ക് തുടർന്നാൽ ബസ് നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന് AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV രജീഷ് പറഞ്ഞു. കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക് തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി AIYF രംഗത്തെത്തിയത്.
പണിമുടക്ക് ജനങ്ങളോടും വിദ്യാർത്ഥികളോടുമുള്ള വെല്ലുവിളിയാണെന്നും പണിമുടക്ക് തുടർന്നാൽ ബസ് നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്നും AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV രജീഷ് പറഞ്ഞു. പ്രതിഷേധത്തിന് മണ്ഡലം സെക്രട്ടറി K സമീത്, കമ്മിറ്റി അംഗം P ഷിജു എന്നിവർ നേതൃത്വം നൽകി. ബാംഗ്ലൂരിൽ അസം സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കണ്ണൂർ സ്വദേശി പിടിയിൽ. കണ്ണൂർ തോട്ടട കിഴുന്ന സ്വദേശി ആരവ് ഹനോയാണ് പിടിയിലായത്. കണ്ണൂർ തോട്ടട സ്വദേശിയായ കാമുകൻ ആരവിനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാൾ കീഴടങ്ങാനുള്ള സന്നദ്ധത നേരത്തെ അറിയിച്ചിരുന്നു. കൊല്ലപ്പെട്ട മായ ഗുഹയുടെ മൃതദേഹത്തോടൊപ്പം 2 ദിവസം ആരവ് ചെലവഴിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാൾക്കായി പോലീസ് 2 സംഘങ്ങളായി തിരിഞ്ഞ് കണ്ണൂരിലടക്കം അന്വേഷണം ആരംഭിച്ചതിനിടെയാണ് പ്രതി വലയിലാകുന്നത്. കുന്നോത്ത് പറമ്പ്, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനത്തിനെതിരെ പ്രതിഷേധവുമായി LDFും UDFും രംഗത്ത്. കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിൽ LDFിന് അനുകൂലമായി വിഭജനം നടത്തിയെന്ന് UDF ആരോപിക്കുമ്പോൾ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽ UDFിന് അനുകൂലമായി വിഭജനം നടത്തിയെന്ന് LDFും ആരോപിക്കുന്നു. ഇരു വാർഡ് വിഭജനവും നിർവഹിച്ചത് ഒരേ സെക്രട്ടറിയാണ്. രാഷ്ട്രീയം നോക്കിയല്ല നിയമം നോക്കിയാണ് താൻ പ്രവർത്തിച്ചതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി VV പ്രസാദ് പ്രതികരിച്ചത്. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണെന്ന് LDF തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കൺവീനർ A രാഘവൻ മാസ്റ്റർ, ചെയർമാൻ CKB തിലകൻ മാസ്റ്റർ എന്നിവർ ആരോപിച്ചു. ഞങ്ങൾ തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോൾ 19 വാർഡുകളാണ് ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വാർഡ് പട്ടികയിലുള്ളത്. 18-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. 19-ാം തീയതിയാണ് ഞങ്ങൾക്ക് പട്ടിക ലഭിച്ചത്. അതേ തുടർന്ന് ഞങ്ങൾ സൂക്ഷ്മമായി ഓരോ വാർഡുകളെ സംബന്ധിച്ചും പരിശോധിച്ചു. അതിൽ പഞ്ചായത്ത് വാർഡ് വിഭജനത്തിൽ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽ മാക്സിമം 520 വീടുകളാണ് ഒരു വാർഡിൽ വേണ്ടത്. അതുപോലെ 416 വീടുകൾ മിനിമവും വേണം. 416 മുതൽ 520. എന്നാൽ ഇത് പല വാർഡുകളിലും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. രേഖകളിൽ ഈ പറയുന്ന 520-നുള്ളിലും അല്ലെങ്കിൽ 416-ന് മേലെയൊക്കെ കാണിച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പട്ടികയിലെ ഓരോ വാർഡിലെയും വീടുകൾ കൃത്യമായി എണ്ണിയെടുത്തപ്പോൾ അത് പല വാർഡുകളിലും എണ്ണം ഒന്നുകിൽ 520-ൽ കൂടുതലാകുക അല്ലെങ്കിൽ 416-ൽ കുറവ് വരിക, ഈ രീതിയിൽ കാണുന്നുണ്ട്. വിധിശാസ്ത്രപരമായിട്ടുള്ള തോട് അതിർത്തി നിശ്ചയിക്കുകയും എന്നാൽ അത് ലംഘിച്ച് അപ്പുറത്തുള്ള 65 വീടുകൾ ഇപ്പുറത്ത് വാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വരുമ്പോൾ ഈ പറയുന്ന നോംസ് തെറ്റും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഈ കല്ലിക്കണ്ടിയിലുള്ള 11-ാം വാർഡ്, ഇവിടെ ഈ തൃപ്പങ്ങോട്ടൂർ LP സ്കൂളിന് മുമ്പിലുള്ള പറമ്പ്, ആര്യമ്പത്ത് ഉള്ള ആ പറമ്പ് മുതൽ വിളക്കോട്ടൂർ ഏതാണ്ട് ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് വരെ നീണ്ടുകിടക്കുന്ന 4.5 കിലോമീറ്റർ ദൂരം വരുന്നതാണ് ഒരു വാർഡിൻ്റെ നീളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പല വാർഡുകളിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല ഇത്. ഒരു ഉദ്യോഗസ്ഥൻ സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സർക്കാർ നൽകുന്ന നോംസിന് ഘടകവിരുദ്ധമായി അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ്. കുന്നോത്തുപറമ്പ് വാർഡ് വിഭജനത്തിന്റെ കരടുരേഖ പുറത്തിറക്കിയപ്പോൾ തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നും കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് അലിയും ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനം നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കരട് വാർഡ് വിഭജന രേഖ സംസ്ഥാന വ്യാപകമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ കരട് വാർഡ് വിഭജനം പുറത്തിറങ്ങിയപ്പോൾ തീർത്തും അശാസ്ത്രീയമായ രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വാർഡുകൾ ഭൂമിശാസ്ത്രപരമായി ഒരു യോജിപ്പുമില്ലാത്ത മേഖലകളിലാകെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് CPMൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങിക്കൊണ്ട് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. ഒരു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത് തീർത്തും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരു രൂപത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിനും വഴങ്ങാതെ നിഷ്പക്ഷമായി
വാർഡ് വിഭജനം നടത്താൻ വേണ്ടിയാണ് ഇതിൻ്റെ ചുമതല സെക്രട്ടറിമാർക്ക് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ ചുമതല സ്വാഭാവികമായിട്ടും ഭരണസമിതികളെ ഏൽപ്പിക്കുമായിരുന്നു. ഭരണസമിതികൾ ഈ ചുമതല നിർവഹിച്ചാൽ രാഷ്ട്രീയം കടന്നു വരും എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ചുമതല കൃത്യമായി സർക്കാർ ഉദ്യോഗസ്ഥനായ സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സെക്രട്ടറി ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഇതിലെ രാഷ്ട്രീയത്തിനപ്പുറം കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ, ബഹുഭൂരിപക്ഷം ജനങ്ങളെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വാർഡ് വിഭജനമാണ് സെക്രട്ടറി നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ഞങ്ങൾ വലിയ പ്രക്ഷോഭമുഖത്താണ്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയപരമായും നിയമപരമായുള്ള പോരാട്ടം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും. ഇരു കൂട്ടരും ഒരേ കാര്യമുന്നയിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് എതിരെ രംഗത്ത് വരികയും UDFന്റെ ആഭിമുഖ്യത്തിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും LDFന്റെ ആഭിമുഖ്യത്തിൽ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. നിലവിൽ തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് പ്രസാദ്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്നതും ഇതേ സെക്രട്ടറിയാണ്. വാർഡ് വിഭജനത്തിൽ ഇരുവിഭാഗവും പ്രതിഷേധവുമായി രംഗത്ത് എത്തിയതോടെ കുരുക്കിലായിരിക്കുന്നത് സെക്രട്ടറി പ്രസാദാണ്. എന്നാൽ ആർക്ക് അനുകൂലമായും താൻ വാർഡ് വിഭജനം നടത്തിയിട്ടില്ലെന്നാണ് സെക്രട്ടറിയുടെ വാദം. 11 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 8 വർഷം തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൊയ്യം സ്വദേശി മീൻകുഴിച്ചാൽ സ്വദേശി മുസ്തഫയാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി R രാജേഷ് ശിക്ഷിച്ചത്. 2022 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പീഡനത്തിനിരയാക്കുകയെന്ന ലക്ഷ്യത്തോടെ ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. അന്നത്തെ ശ്രീകണ്ഠാപുരം ഇൻസ്പെക്ടറായിരുന്ന EP സുരേഷിനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കേസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്ന് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി R രാജേഷ് പ്രതി കൊയ്യം സ്വദേശി മുസ്തഫയെ 8 വർഷം തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി. ഒരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846816762. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്.
അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497-360-333. വാർത്തകൾ തുടരുന്നു. ആറളം ഫാം നിവാസികളുടെ വിവിധ പ്രശ്നങ്ങളിൽ സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ശക്തമായി ഇടപെടുമെന്ന് ചെയർമാൻ ശേഖരൻ മിനിയോടൻ. കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു ചെയർമാൻ. പുനരധിവാസം, ഭവന നിർമ്മാണ പദ്ധതികൾ, കുടിവെള്ള പ്രശ്നം, ആറളം ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് തൊഴിൽ സാഹചര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ, വനിതാ ശിശു വികസന മേഖല, ക്രമസമാധാനം, എക്സൈസ്, വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം. ആറളം ഫാമിലെ കുടിവെള്ള പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരത്തിന് കുടിവെള്ള പദ്ധതി പ്രത്യേകമായി കൊണ്ടുവരണം. കുഴൽക്കിണറുകളുടെ സാധ്യത പരിശോധിക്കണം. കുടിവെള്ള പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ചെയർമാൻ നിർദ്ദേശം നൽകി. പുനരധിവാസം കൂടുതൽ ഫലപ്രദമായി കൊണ്ടുപോകുന്നത് സംബന്ധിച്ചും ചർച്ച നടന്നു. എത്രയും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന സ്ഥലത്താവണം വീടുകൾ നിർമ്മിക്കേണ്ടത്. ഫാമിൽ ഇനി പുതുതായി നിർമ്മിക്കുന്ന വീടുകൾ റോഡരികൾ നിർമ്മിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2007 ഫാമിൽ 3375 കുടുംബങ്ങൾക്ക് താമസിക്കാനാകുന്ന രീതിയിലുള്ള സൗകര്യങ്ങളാണ് കണ്ടെത്തിയത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. ജീവിക്കാൻ വേണ്ട സാഹചര്യം ഇല്ലാത്തതിനാൽ 3375 കുടുംബങ്ങളിൽ 1800ഓളം കുടുംബങ്ങൾ ഇവിടം വിട്ടുപോയി. ആറളം സന്ദർശിച്ചപ്പോൾ ലഭിച്ച പരാതികളാണ്. ആ പരാതികളിൽ പറയുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും പരിഹരിക്കാൻ പറ്റാത്ത അവിടെയുള്ള വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച ഇന്ന് ഇവിടെ വെച്ച് നടത്തുകയും ജില്ലാ കളക്ടറും റൂറൽ SP-യും ആറളം ഫാമിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ തലശ്ശേരി സബ് കളക്ടറും ഒക്കെയായി ചർച്ച ചെയ്ത് വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ അദാലത്തിന് ശേഷം ആറളം ഫാമിൽ നബാർഡിൻ്റെയും കിഫ്ബിയുടെയും നേതൃത്വത്തിൽ പണിത് പൂർത്തീകരിച്ച 22 കെട്ടിടങ്ങൾ, ഈ കെട്ടിടങ്ങളൊന്നും തന്നെ നാളിതുവരെയായിട്ട് ഓക്യുപ്പൈ ചെയ്തിട്ടില്ല. ആ കെട്ടിടങ്ങളെല്ലാം പ്രത്യേകം കാണാനും ഇടയായി. പല കെട്ടിടങ്ങളും വളരെ സൗകര്യപ്രദമായ രീതിയിൽ കെട്ടി പൂർത്തീകരിച്ച് പട്ടണങ്ങളിലും മറ്റും കാണുന്ന രീതിയിലുള്ള ഭംഗിയിൽ പൂർത്തീകരിച്ചെങ്കിലും ഇവയൊന്നും ഇത്ര നാളായും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. തൊഴിൽ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ഇതിന് കാരണമാണ്. ഫാമിൽ പലയിടത്തും പണ്ടുണ്ടായിരുന്ന കൃഷി ഇപ്പോൾ ഇല്ല. വന്യമൃഗശല്യവും വാഹന സൗകര്യക്കുറവും
പുറത്തേക്ക് പോയി തൊഴിൽ ചെയ്യാൻ മടിക്കുന്നതിന് കാരണമാകുന്നു. ആയതിനാൽ റൂട്ടുകൾ വിളിച്ചുകൊണ്ട് കൂടുതൽ ബസ്സുകൾ ഓടിക്കാനുള്ള നടപടിക്ക് RTOയ്ക്കും കലക്ടർക്കും നിർദ്ദേശം നൽകിയതായും കമ്മീഷൻ പറഞ്ഞു. അദാലത്തിൽ പരിഗണിച്ച 10 കേസുകളിൽ 9 എണ്ണം തീർപ്പാക്കി. കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടിന്റെയും കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് സേതുനാരായണൻ, TK വാസു എന്നിവരുടെയും നേതൃത്വത്തിലാണ് കേസുകൾ പരിഗണിച്ചത്. ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ, സബ് കലക്ടർ കാർത്തിക് പാണിഗ്രാഹി, റൂറൽ SP അനൂജ് പലിവാൽ, കമ്മീഷണർ അംഗം TK വാസു, പട്ടികജാതി പട്ടിക ഗോത്രവർഗ ഡെപ്യൂട്ടി ഡയറക്ടർ ഷുമിൻ S. ബാബു, ITDP പ്രൊജക്ട് ഓഫീസർ വിനോദ് കുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചൊക്ലിയിലെ മാമൻ വാസുവിന്റെ 29ാം രക്തസാക്ഷി വാർഷികാചരണവും ചൊക്ലിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖ സംഘാടകരിൽ ഒരാളും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ KV ദാമോദരന്റെ 3ാം ചരമവാർഷികവും ഡിസംബർ 2 മുതൽ 12 വരെ ചൊക്ലി വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിക്കും. ഷട്ടിൽ ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ്, കമ്പവലി മത്സരം, ചിത്രരചനാ മത്സരം, വളണ്ടിയർ മാർച്ച്, ബഹുജന പ്രകടനം എന്നിവ നടക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാമൻ വാസുവിൻ്റെയും അതുപോലെ തന്നെ പാർട്ടി നേതാവായിരുന്ന KV ദാമോദരൻ്റെയും ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള പരിപാടിയാണ് ചൊക്ലിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡിസംബർ 2 മുതൽ 12 വരെ വ്യത്യസ്തങ്ങളായ പരിപാടി നടക്കുന്നുണ്ട്. ഷട്ടിൽ ടൂർണമെൻറ്റ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, കമ്പവലി മത്സരം, ചിത്രരചനാ മത്സരം, വളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുസമ്മേളനം. അതിന് പുറമെ KV ദാമോദരൻ്റെ ചരമദിനത്തിൻ്റെ ഭാഗമായി 4-ാം തീയതി വൈകുന്നേരം ശ്രീരാമൻ്റെ നെടുമ്പറത്ത് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അതുപോലെ തന്നെ അനുസ്മരണ സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുടെ പേരൊക്കെ ഈ കുറിപ്പിലുണ്ട്. അതുപോലെ തന്നെ സമാപന സമ്മേളനത്തിൽ CPMൻ്റെ പശ്ചിമ ബംഗാൾ സംസ്ഥാന കമ്മിറ്റി അംഗവും DYFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ മീനാക്ഷി മുഖർജി പങ്കെടുക്കുന്നുണ്ട്. പൊതുസമ്മേളനത്തിൽ 12-ാം തീയതി വൈകുന്നേരം ചൊക്ലി. ഇതെല്ലാം ചൊക്ലി ടൗണിലാണ് പരിപാടി നടക്കുന്ന മിക്കവാറും. കമ്പവലി നാരായണൻ പറമ്പിലാണ് നടക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഷട്ടിൽ ടൂർണമെന്റ് ചൊക്ലി രജിസ്റ്റർ ഓഫീസ് പരിസരത്ത് ഡിസംബർ 2 വൈകിട്ട് സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. KV ദാമോദരന്റെ ചരമദിനമായ ഡിസംബർ 4 നെടുമ്പ്രത്ത് വൈകിട്ട് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പൊതുസമ്മേളനവും നടക്കും. P. ജയരാജൻ, K. ബാബു MLA, ബിനോയ് കുര്യൻ എന്നിവർ സംസാരിക്കും. ഡിസംബർ 5, 6, 7, 8 തീയതികളിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് പട്ടർവയൽ ഗ്രൗണ്ടിൽ ബിനീഷ് കോടിയേരി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 7 ഒളവിലും നാരായണൻ പറമ്പിൽ പുരുഷ വനിതാ കമ്പവലി മത്സരം നടക്കും. ഡിസംബർ 8 ഞായറാഴ്ച രാവിലെ 9:30 ചൊക്ലി രാമവിലാസം ഹൈസ്കൂളിൽ നടക്കുന്ന അഖില കേരള ചിത്രരചനാ മത്സരം പ്രമുഖ ചിത്രകാരൻ എബി N. ജോസഫ് ഉദ്ഘാടനം ചെയ്യും. രക്തസാക്ഷി ദിനമായ ഡിസംബർ 12 സ്മൃതി മണ്ഡപത്തിൽ രാവിലെ 8 മണിക്ക് പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള, P. ഹരീന്ദ്രൻ, KK പവിത്രൻ എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 5 മണിക്ക് ചൊക്ലി പഞ്ചായത്തിന്റെ 3 ലോക്കലുകൾ കാഞ്ഞിരത്തിന് കീഴിൽ കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടത്തും. 6 മണിക്ക് ചൊക്ലി ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനം CPM പശ്ചിമ കമ്മിറ്റി അംഗവും DYFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായ മീനാക്ഷി മുഖർജി ഉദ്ഘാടനം ചെയ്യും. TV രാജേഷ് MLA, T. ശശിധരൻ, P. ഹരീന്ദ്രൻ എന്നിവർ സംസാരിക്കും. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭൂജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മാമൻ്റെ രക്തസാക്ഷി ദിനം ഡിസംബർ മാസം 12-ാം തീയതി. നിങ്ങൾക്കെന്ന് പറയാൻ നമ്മൾ എല്ലാ വർഷവും നമ്മുടെ പത്രസമ്മേളനം നടക്കാറുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ ഉദയം മാഷ പറഞ്ഞതുപോലെ അതിരാവിലെ 7 മണിക്ക് തന്നെ ചൊക്ലി ടൗണിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്നു എന്നതാണ് പ്രത്യേകത. സാധാരണ അത്ര ആളുകൾ വരാറില്ല. മാമൻ്റെ രക്തസാക്ഷി ദിനത്തിന് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ രാവിലെ തന്നെ പുഷ്പാർച്ചനൊക്കെ വന്നു ചേരുന്നു എന്നതാണ്. 2-ാം തീയതി മുതൽ ചൊക്ലി ടൗൺ 12-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ചൊക്ലിയിലും പരിസരമെല്ലാം ജനങ്ങളെല്ലാം രക്തസാക്ഷി ദിനത്തിൻ്റെ പരിപാടികളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും ഈ പരിപാടികളുടെ ജനപങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ്. സാധാരണ ഇത്തരം പരിപാടികളിൽ പങ്കാളിത്തം കുറഞ്ഞു വരികയില്ല കാലം കഴിയുമ്പോൾ. പക്ഷേ ഇത് വർദ്ധിച്ചു വരികയാണ്. അത് സഖാവ് മാമനോടും ഇപ്പോൾ 2 വർഷമായിട്ട് സഖാവ് KVയോടും ചൊക്ലിയിലെയും അത് പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കുള്ള വലിയ നിലയിലുള്ള അവരോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് ഈ പരിപാടികളിൽ സ്ഥിരമായി കാണാൻ സാധിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ KP വിജയൻ, V. ഉദയൻ, PK മോഹനൻ, P. ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു.
തലശ്ശേരിയിൽ യങ്സ്റ്റേഴ്സ് നേതൃത്വത്തിൽ ഹെൽത്തി തലശ്ശേരി എന്ന പേരിൽ എയറോബിക് പ്രദർശനം സംഘടിപ്പിച്ചു. തലശ്ശേരിയിൽ ലിയോ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ പ്രവർത്തനം തുടക്കം കുറിച്ചതിന്റെ ഭാഗമായാണ് എയറോബിക്സ് പ്രദർശന പരിപാടി സംഘടിപ്പിച്ചത്. തലശ്ശേരി VR കൃഷ്ണൻ മെമ്മോറിയൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടന്നത്. ഹെൽത്തി തലശ്ശേരി ക്യാമ്പയിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് എയറോബിക്സ് പ്രദർശന പരിപാടി സംഘടിപ്പിച്ചത്. 2022 മിസ്റ്റർ കേരളയും മിസ്റ്റർ കണ്ണൂരുമായിരുന്ന P. അനീഷിന്റെ നേതൃത്വത്തിലാണ് ലിയോ ഫിറ്റ്നസ് സ്റ്റുഡിയോ തലശ്ശേരിയിൽ ആരംഭിച്ചത്. തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ചീഫ് ട്രെയിനർ അനീഷ് PA, കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ പൊന്നാട അണിയിച്ചു. തലശ്ശേരി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയം ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വൈബുള്ളൊരു സ്റ്റേഡിയമാണ്. രാവിലെ നൂറുകണക്കിന് ആളുകൾ മോർണിംഗ് വാക്കിനും അതുപോലെ ഫിസിക്കൽ എക്സസൈസിനും വരുന്നൊരു കേന്ദ്രമായി മാറി. അതിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബാണ് യങ്സ്റ്റേഴ്സ്. അതിരാവിലെ കുറേ ആളുകളിവിടെ വരും, അവർ വ്യായാമം ചെയ്യും. വ്യായാമത്തിനപ്പുറത്തൊരു ക്ലബ്ബായി മാറുകയും തലശ്ശേരിയുടെ സാമൂഹിക സേവന മേഖലയിലും ഇവരുടേതായ പങ്കുവഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹെറിറ്റേജ് റൺ സീസൺ 4ൻ്റെ ഭാഗമായ പരിപാടിയിലും ഈ തലശ്ശേരി യങ്സ്റ്റേഴ്സ് അവരുടെ ബാനറിന് പിന്നിൽ അണിനിരുന്നു. ഏതായാലും തലശ്ശേരിയുടെ ആ ഗതകാല പാരമ്പര്യം, പ്രത്യേകിച്ച് ഫിസിക്കൽ എക്സസൈസിനും മറ്റും കൊടുക്കുന്ന പ്രാമുഖ്യവും പരിഗണനയും സജീവമായി നിലനിർത്താൻ വേണ്ടി യങ്സ്റ്റേഴ്സ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും വേണ്ടി ഹെൽത്തി തലശ്ശേരി ഒരു പ്രധാന ക്യാമ്പയിനാണ്. പ്രത്യേകിച്ച് നമ്മുടെ പലരും ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ, ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു മൂവ്മെൻറ്റ് വളരെ സജീവമാക്കി നിർത്താൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ ഇനീഷ്യേറ്റീവ് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമായി മാറി യങ്സ്റ്റേഴ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ലിയോ ഫിറ്റ്നസ് സ്റ്റുഡിയോ ചീഫ് ട്രെയിനർ P. അനീഷ്, ട്രെയിനർമാരായ T. അനഘ, സയനോര, സനിൽ എന്നിവർ എയറോബിക് സെഷന് നേതൃത്വം നൽകി. ഖലീൽ റഹ്മാൻ കിടാരൻ അധ്യക്ഷനായി. മുഹമ്മദ് നിസാർ സ്വാഗതവും എഞ്ചിനീയർ അബ്ദുൽ സലീം നന്ദിയും പറഞ്ഞു. ഹംസ കേളോത്ത്, ഫസീഷ് M, അബ്ദുൾ റഷീദ് MP, നൌഫൽ പായേരി, CK മുഹമ്മദ് റാഫി, PMK താഹിർ, K. അസ്ലം, ജാഫർ ജാസ്, PO അബ്ദുൽ ജലീൽ എന്നിവർ നേതൃത്വം നൽകി. സവാരി ദ റിയൽ ട്രാവൽ മേറ്റിന്റെ 4ാം വാർഷികം നവംബർ 30-ന് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കും. രാവിലെ 10 മണി മുതൽ നടക്കുന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4ാം വാർഷികത്തിന്റെ ഭാഗമായി നമ്മുടെ കൂടെ യാത്ര ചെയ്ത ഒരു 10-15,000 ആൾക്കാർ നമ്മുടെ കൂടെ ഇതിനകം യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്റർനാഷണൽ യാത്രയായിട്ടും ഡൊമസ്റ്റിക് യാത്രയായിട്ടും ഒക്കെ. അപ്പോൾ അവരുടെ ഒരു സംഗമം, അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നുള്ള ഒരു സംഗമമാണ് ഉദ്ദേശിക്കുന്നത്. സവാരിയോടൊപ്പം യാത്ര ചെയ്ത മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സഹയാത്രിക സംഗമവും നടക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ മിമിക്രി താരം നിർമ്മൽ പാലാഴി മുഖ്യാതിഥിയാകും. കേരളത്തിലെ 14 ജില്ലകളിലുമായുള്ള സവാരിയുടെ സഹയാത്രികർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. 2021 നവംബർ 30-ന് പിണറായിൽ തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ്. അന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാനായിരുന്ന ശ്രീ P. ജയരാജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് ഇപ്പം നിലവിൽ കൊച്ചി, തിരുവനന്തപുരം, പയ്യന്നൂർ അങ്ങനെയായി 4 ബ്രാഞ്ചുകളിലായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇതുവരെയായി 674 യാത്രകൾ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടെന്നാണ് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏകദേശം 15,000-നടുത്ത്, കൃത്യമായി പറയുകയാണെങ്കിൽ 14,232 പേർ, 674, 14,232 പേർ ഇതിനകം നമ്മളോട് യാത്ര ചെയ്ത് കഴിഞ്ഞു. ഇത് അന്താരാഷ്ട്ര അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും
യാത്ര ചെയ്ത ആകെ ആളുകളുടെ എണ്ണമാണ്. അപ്പോൾ ഇത് 14 ജില്ലയിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിൽ പരമാവധി പേരെ ഈ വരുന്ന 1-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ പിണറായി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തി വരുന്നത്. പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനോയ് കുര്യനാണ്. അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് പ്രശസ്ത സിനിമാ സീരിയൽ താരം നിർമ്മൽ പാലാഴിയാണ്. ഒപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള യാത്രകളിൽ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും പ്രശസ്തരായിരിക്കുന്ന പല വ്യക്തികളുമുണ്ട്. അവരെല്ലാം അവരുടെ യാത്രാ അനുഭവങ്ങൾ പരിപാടിയിൽ വെച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീക്കാർ, ഒപ്പം സാധാരണ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വലിയ യാത്രക്കൊരുങ്ങുകയാണ്. ഈ മാസം 4-ാം തീയതി, അതായത് ഡിസംബർ 4-ാം തീയതി പിണറായി വെസ്റ്റ് മാധവൻ സ്മാരക വായനശാലയുടെ ഭാഗമായിട്ട് 25 ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും താഴേക്കടയിൽ നിൽക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളോ കുടുംബശ്രീക്കാരോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ഏറ്റവും പാവങ്ങളായിരിക്കുന്ന വയോജനങ്ങൾ യാത്ര പോവുകയാണ് മലേഷ്യയിലേക്ക്. അപ്പോൾ അവർക്കുള്ള യാത്രാ ഡോക്യുമെൻ്റ് കൈമാറലും അന്നേ ദിവസം പരിപാടി വിളിച്ച് നടക്കുന്നുണ്ട്. അന്നേ ദിവസം ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സൗജന്യ വിദേശയാത്രയും സമ്മാനമായി നൽകും. ഇതിനോടകം തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി യാത്രകൾ സംഘടിപ്പിച്ച സവാരി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, കേരളത്തിലെ 4 വിമാനത്താവളങ്ങളായി നമ്മളുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം ട്രാവൽ ചെയ്ത ആളുകളുടെ എണ്ണമാണ്. അതേപോലെ തന്നെ 2023 ഡിസംബർ 1 മുതലാണ് മലേഷ്യയിലേക്ക് ഇന്ത്യക്കാർക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാമെന്നുള്ള ഒരു വിസ ഫ്രീ ഓഫർ മലേഷ്യൻ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. അതുമുതൽ ഇന്ന് വരെയായി 2000-ലധികം ആളുകൾ സവാരി മുഖാന്തരം മാത്രം മലേഷ്യയിലേക്ക് പോയി. അത് 33,000 രൂപ മുതൽ വരുന്ന പാക്കേജുകളാണ് നമ്മൾ മലേഷ്യയിലേക്ക് കൊടുത്തിരുന്നത്. അതായത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരുടെ പോലും ഒരു വിദേശ യാത്ര എന്നുള്ള സ്വപ്നമാണ് മലേഷ്യൻ യാത്രയോട് നമ്മൾ പൂവണിയിച്ചത്. വാർത്താ സമ്മേളനത്തിൽ CS ജൂലി, PK സരീൻ, PK നിഖിൽ, O വിവേക്, സെബിൻ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238.
ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. കർണാടക രാജപുരത്ത് പ്രഗതി കരാട്ടെ ക്ലബ്ബിൽ നടന്ന ക്യോക്കോഷിൻ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്നുള്ള ഫൈറ്റേഴ്സ് കരാട്ടെ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് മിന്നും ജയം. ചാമ്പ്യന്മാരായ വിദ്യാർത്ഥികളെ പാനൂരിൽ അനുമോദിച്ചു. ക്യോഷി KP ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഫംഗ്ഷൻ നമ്മൾ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മളെ ട്രെയിനിങ് എത്രത്തോളം പെർഫെക്റ്റ് ആയാലും മാത്രമേ നമ്മളൊരു ടൂർണമെൻറ്റിൽ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത ആൾക്കാർക്കറിയാം ഒരു ഫൈറ്റിങ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം സ്റ്റാമിന വേണം, എന്തെല്ലാം ടെക്നിക്സ് ഉപയോഗിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ടൂർണമെൻറ്റിലൂടെയും നമ്മൾ അനുഭവിച്ചിട്ട് പഠിക്കുക ചെയ്യും. ടെക്നിക്സ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ മാഷെ സംബന്ധിച്ചിടത്തോളം മാഷ് ആദം സെൻസായി എന്ന് പറഞ്ഞാൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള കരാട്ടെ മാഷ്. അപ്പോൾ അദ്ദേഹത്തിന് ആ അനുഭവ പരിചയം വെച്ചിട്ട് നിങ്ങൾ ഏതെല്ലാം തരത്തിൽ ഫൈറ്റ് ചെയ്താൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ കഴിയും, ആ തരത്തിലുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഒരുവിധം പോകുന്ന ടൂർണമെൻറ്റിൽ പോകുന്ന സമയത്തെല്ലാം ഞാൻ പോയിട്ട് വരെ ഫൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കലുണ്ട്. ഷിഹാൻ ആദം സി യൂസഫ് മുഖ്യാതിഥിയായി. സെൻസായി പ്രവീൺ കുമാർ സ്വാഗതം പറഞ്ഞു. 8 മുതൽ 10 വയസ്സ് വിഭാഗത്തിൽ ആയിഷ ദുഹ, 12 മുതൽ 15 വയസ്സ് വിഭാഗത്തിൽ ശ്രീനി വേദ്, 55 മുതൽ 65 കിലോ ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിൽ MB ഇസ്ഹാൻ, 65 മുതൽ 75 കിലോ മിഡിൽ വെയ്റ്റ് വിഭാഗത്തിൽ സെയിം, 18 വയസ്സിന് മുകളിലുള്ള കാറ്റഗറിയിൽ രഗിന ആനന്ദ് എന്നിവർ ചാമ്പ്യന്മാരായി. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത 7 വിദ്യാർത്ഥികളിൽ 6 പേരും ചാമ്പ്യന്മാരായി. ഇവരെ പരിശീലിപ്പിച്ച ആദം സി അയൂബിനെ ചടങ്ങിൽ ആദരിച്ചു. പാനൂരിലെ ഫൈറ്റേഴ്സ് അക്കാദമിയിലാണ് ആദരായനം നടന്നത്. നവംബർ 23 മുതൽ 24 വരെയായിരുന്നു ചാമ്പ്യൻഷിപ്പ്. പഴയ പാട്ടിന്റെ ഈണത്തിൽ വേറിട്ട നൃത്തവിരുന്നൊരുക്കിയും പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നാട്ടുവർത്താനം പരിപാടി. വായനശാലയുടെ വയോജനവേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ ഒരു നാട്ടുവർത്തമാനം എന്ന പരിപാടിയിലാണ് പടന്നക്കര ശിവലയ നടന കലാക്ഷേത്രത്തിലെ നൃത്താധ്യാപിക പഴയ പാട്ടുകൾക്ക് മുദ്രകൾ തീർത്തത്. ദീപ്തി പ്രേമിന്റെ നൃത്തം വയോജനങ്ങൾക്ക് പുതിയ അനുഭവമാണ് സമ്മാനിച്ചത്. വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, വയോജനവേദി ഭാരവാഹികളായ ഇ രാജൻ, അന്തോളി രാജൻ, KV മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാരിപ്പറമ്പ് വട്ടോളി റോഡിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഒരു മാസ്ക് നിർബന്ധമാണ്. ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്നതോടുകൂടി മഞ്ഞുമൂടിയ അവസ്ഥയിലാണ് പൊടിപടലങ്ങൾ കാറ്റിൽ പാർന്നത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പ്രവൃത്തി ആരംഭിച്ച ചിറ്റാരിപ്പറമ്പ് വട്ടോളി റോഡിന്റെ നവീകരണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പ്രവർത്തനം ആരംഭിച്ച ചിറ്റാരിപ്പറമ്പ് വട്ടോളി റോഡിന്റെ നവീകരണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധമറിയിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ടൗണിൽ നിന്നും ആരംഭിക്കുന്ന വട്ടോളി റോഡിന്റെ 1.5 കിലോമീറ്റർ ദൂരം 2.58 കോടി രൂപ ചെലവിട്ടാണ് 5.5 മീറ്റർ വീതിയിൽ മെക്കാഡം ടാറിംഗ് നടത്തുന്നത്. 1 വർഷം മുൻപ് തുടങ്ങിയ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ടാറിംഗ് ഇളക്കി മാറ്റി താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിൽ ഉയർത്തുകയും ഉയർന്ന സ്ഥലങ്ങൾ താഴ്ത്തുകയും ചെയ്തിരുന്നു. റോഡിൽ കരിങ്കൽ നിരത്തിയെങ്കിലും ടാറിംഗ് തുടങ്ങിയിട്ടില്ല. ഇതോടെ റോഡിൽ ഇരുവശമുള്ള കച്ചവടക്കാരും പ്രദേശവാസികളും പൊടിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ റോഡിലെ ഓവുചാലുകൾ പോലും അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു.
ബട്ടോളി സേവാ കേന്ദ്രത്തിന് സമീപം ട്രാൻസ്ഫോമർ അടുത്തുള്ള മൺറോഡിൽ നിന്നും മഴക്കാലത്ത് കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളം ബട്ടോളി റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇവിടെ ഓവുചാൽ നിർമ്മിക്കണമെന്ന് നാട്ടുകാരും വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. ബട്ടോളി അമ്മൽ കൈതേരി ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ നിന്നും ഒരടി ഉയർന്നാണ് ഓവുചാൽ കോൺക്രീറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ റോഡരികിലുള്ള 60-ൽ പരം വീട്ടുകാർ ഒരു വർഷത്തോളമായി പൊടിശല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ടാറിംഗ് നടത്തി റോഡ് നവീകരിച്ച് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉമ്മത്തൂർ സഖാവത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. വിജ്ഞാന തീരത്ത് വിനയപൂർവ്വം, കെടാവിളക്കുകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് പ്രൗഢമായ ചടങ്ങുകളോടെ നടന്നത്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. ഉമ്മത്തൂർ സഖാവത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് രചിച്ച വിജ്ഞാന തീരത്ത് വിനയപൂർവ്വം, കിടാവിളക്കുകൾ എന്നീ പുസ്തകങ്ങളാണ് പ്രൗഢമായ ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പ്രകാശന കർമ്മം നിർവഹിച്ചു. മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യ പ്രതികൾ ഏറ്റുവാങ്ങി. ഈ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾ സ്കൂൾ പോലും മുഴുവൻ പൂർത്തിയാക്കാത്ത സമയത്ത് പലരും പേരിന് സ്കൂളിൽ പോകും. പക്ഷേ പലരും ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാലത്ത് അന്ന് മടപ്പള്ളി കോളേജിലും ബ്രണ്ണൻ കോളേജിലും ഒക്കെ പഠിച്ചവർ മൈസൂരിൽ പോയി പഠിച്ച് പിന്നീട് 67-ൽ ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകനായി മാറുക എന്നുള്ളത് കേവലം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാറക്കടവുകാരന് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒന്നാണ്. ഫറൂഖ് കോളേജിൽ പോയി പഠിക്കുക എന്നത് പോലും നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചത് ഈ അടുത്താണ്. ആ കാലത്താണ് 67-ൽ ഇവിടെ അധ്യാപകനായി അവിടെ നിയോഗിക്കപ്പെടുക എന്നുള്ളത് വലിയ അംഗീകാരവും അത്ഭുതവുമായി നമ്മൾ കണ്ടൊരു വിഷയമാണ്. വിദൂരമായ ചൈനയിൽ പോയെങ്കിലും നിങ്ങൾ വിദ്യ അഭ്യസിക്കുക എന്ന് കൽപ്പിച്ച മതമാണ് ഇസ്ലാം മതം എന്ന കാര്യവും എനിക്കറിയാം. ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയങ്കരനായ ഞാൻ ഏറെ ആദരിക്കുന്ന മമ്മു സാഹിബ് ഉമ്മത്തൂരിലെ ഈ സഖാഫത്ത് സ്ഥാപനങ്ങൾ അത് തുടങ്ങാതെ അത് വളർത്തിയെടുക്കാൻ വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനം കാഴ്ചവെച്ചത് എന്ന് ഞാൻ ഇവിടെ പറയട്ടെ. ഈ പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി, കണ്ടു. ഈ നാട്ടിന്റെ ഗതകാല ചരിത്രം, അതുപോലെ അദ്ദേഹം നടത്തിയ വിദേശ യാത്രകൾ, അദ്ദേഹം തിരുവനന്തപുരത്ത് ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ കൂടെ അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച കാലം, അതുപോലെ കണ്ടുമുട്ടിയ ആളുകൾ, പരിചയപ്പെട്ടവർ, അദ്ദേഹം സ്വാധീനിച്ച വ്യക്തിത്വങ്ങൾ, ആ മഹാന്മാരെ കുറിച്ചൊക്കെല്ലാം തന്നെ സമഗ്രമായ ചിത്രം അദ്ദേഹത്തിന് ഈ പുസ്തകങ്ങളിലൊക്കെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഈ 2 പുസ്തകങ്ങളിലും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു യുവാവിന്റെ പ്രസരിപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട് എന്നെനിക്കറിയാം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുടുംബവുമായിട്ട് വരണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കാലത്തെക്കുറിച്ച് അനുസ്മരിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ വെക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ അഹമ്മദ് പുന്നക്കൽ അധ്യക്ഷനായി. കൺവീനർ RP ഹസൻ സ്വാഗതം പറഞ്ഞു. നാദാപുരം MLA EK വിജയൻ, ചെക്കിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരം, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടത്താങ്കണ്ടി സുരേഷ്, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ദ്വര, ചെക്കിയാട് പഞ്ചായത്ത് അംഗം TK ഖാലിദ് മാസ്റ്റർ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ബംഗ്ലത്ത് മുഹമ്മദ്, മോഹനൻ പാറക്കടവ്, വയലോളി അബ്ദുള്ള, നസീർ വളയം, CH ഹമീദ് മാസ്റ്റർ, KK അബൂബക്കർ ഹാജി, ഡോക്ടർ NAM അബ്ദുൽ ഖാദർ, MP അബ്ദുള്ള ഹാജി, അഹമ്മദ് കുറവയിൽ, M ഉസ്മാൻ, MH വള്ളുവങ്ങാട്, അൻസാർ കൊലാടൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ആർജിത ഹിന്ദു സമാജം അധ്യക്ഷൻ ശ്രീമദ് ആത്മദാസ് യമി, നന്ദി ദാറുസലാം അറബിക് കോളേജ് പ്രൊഫസർ ഷുഹൈബുൽ ഹൈത്തമി എന്നിവർ
പ്രഭാഷണം നടത്തി. നിരവധി പ്രമുഖർ പ്രകാശന ചടങ്ങിൽ പങ്കാളികളായി. പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായി രാവിലെ മുതൽ വൈവിധ്യമാർന്ന ഒട്ടനവധി പരിപാടികളാണ് നടന്നത്. മമ്മു സാഹിബിന്റെ ലോകം എന്ന പേരിൽ പ്രത്യേക പരിപാടിയും നടന്നു. അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. ടി കെ കാരിദ് മാസ്റ്റർ, ടി എസ് സലാം, കഥാകൃത്ത് പി കെ പാറക്കടവ്, ആർ പി ഹസൻ, ഡോക്ടർ പുത്തൂർ മുസ്തഫ, ഇസ്മയിൽ വാഫി ഒടമല, മുഹമ്മദ് പാറക്കടവ്, അഹമ്മദ് കിഴക്കയിൽ, എ ആമിന ടീച്ചർ, പി ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ, കെ കെ ഉസ്മാൻ മാസ്റ്റർ, അബ്ദുൽ ഗഫൂർ, സുമിത ടീച്ചർ, പി എം മുസ്തഫ, കെ സി റഷീദ്, എം പി സലീം, കുഞ്ഞബ്ദുള്ള മാസ്റ്റർ കുറ്റിയിൽ, ടി ബി അബ്ദുൽ മനാഫ് മാസ്റ്റർ, ഇസ്മയിൽ നാദാപുരം തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ മമ്മു സാഹിബും കുട്ടികളും എന്ന പേരിൽ ചരിത്ര വർത്തമാനവും നടന്നു. ഷെരീഫ് നരിപ്പറ്റിയും ടീമും അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. നവംബർ 30 മുതൽ ഡിസംബർ 1 വരെ ചമ്പാട് നടക്കുന്ന CPM പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു സമയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. മാനസികമായ സംഘർഷത്തിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും കൂട്ടി അതിനുവേണ്ടി പോയി. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി അവിടെ നിൽക്കുമ്പോഴാണ് അതിമനോഹരമായ ഒരു പാട്ട് അയാൾ കേൾക്കാനിടയായത്. വയലാർ രാമവർമ്മ എഴുതി യേശുദാസ് പാടിയുള്ള അതിമനോഹരമായ പാട്ട്. ചന്ദ്രകളവും ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൽ പൂവുകൾ പൊഴിയും തീരം. ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടി തരുമോ എന്ന മനോഹരമായ പാട്ട് കേട്ടപ്പോൾ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നത്. കെ പി ശശിധരൻ അധ്യക്ഷനായി. കെ ഇ കുഞ്ഞബ്ദുള്ള, ഇ വിജയൻ, നസീർ ഇടവലത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരി KP അഷറഫിന്റെ വീട്ടിൽ നടന്ന വൻ കവർച്ചയിൽ അന്വേഷണം സജീവമാക്കി പോലീസ്. വീട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ 30 പേരെ ചോദ്യം ചെയ്തു. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. മൊഴി എടുത്തത് പ്രത്യേക അന്വേഷണ സംഘം. കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ട് സ്വകാര്യ ബസ് പണിമുടക്ക് തുടരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി AIYF. പണിമുടക്ക് ജനങ്ങളോടും വിദ്യാർത്ഥികളോടുമുള്ള വെല്ലുവിളിയെന്ന് AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV രജീഷ്. ബംഗളൂരിൽ അസം സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കണ്ണൂർ സ്വദേശി പിടിയിൽ. പിടിയിലായത് കണ്ണൂർ തോട്ടട കിഴുന്ന സ്വദേശി ആരവ് ഹനോയ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.